മോർണിംഗ്. അപ്പൊ രാവിലെ നനയിക്കാൻ പറ്റിയില്ല. എന്നാലും വന്നപ്പോ വൈകി ഞാൻ വിളിച്ച് കുലിക്ക് വിളിച്ച് നാളെ 5 മണിക്ക് എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം കയറും. പിന്നെ 5 മണിയാകുമ്പോ നാളെ വിളിക്കണമെങ്കിൽ 5 മണിക്ക് പോയി. ഞാൻ 5 മണിക്ക് കുലിക്ക് വിളിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഒറ്റ കിടക്കുന്നു. എനിക്ക് പന്തിയുടെ തോന്നി. ഞാൻ രാവിലെ ചായക്കൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് പന്തിയുടെ തോന്നി. അതുകൊണ്ട് ഞാൻ രാവിലെ 4 മണിയാകുമ്പോ രാവിലെ ഈ മടിയൻ ഇന്നും കുഴിമടി പിടിച്ച് 1-ാം തീയതി ആയിട്ട് തന്നെ കുഴിമടി പിടിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോണമെന്നുണ്ടായിരുന്നു. എനിക്ക് എണീക്കാൻ പറയുന്നില്ല. അപ്പോൾ വന്ന് കിടന്നപ്പോൾ 12 മണിയായി. വേറെ ഒന്ന് സ്ഥലത്തൊക്കെ പോയി ഒന്ന് വർക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പൊന്നു ആകെ ടയേർഡായി. പക്ഷേ ഞാൻ ഇത്ര ലീവില്ലാണ്ട് കുറേ ദിവസം ലീവില്ലാണ്ട് പണിയൊക്കെ എടുത്തതാണ്. അപ്പം ഇന്ന് പണിക്ക് പോകാണ്ടൊക്കെ ഇരുന്ന് കുറേ ദിവസം പണിക്ക് പോകാൻ പറ്റാണ്ട് ഇന്ന് പണിക്ക് പോയി കഴിഞ്ഞപ്പോൾ ആകെ ഒരു ഭയങ്കര ടയേർഡ്. അയ്യോ, ഇന്നലെ രാത്രി 12 മണിക്ക് അടിയായിരുന്നു. ഇവിടെ കൊച്ചിനെ പിടിച്ച് നല്ല അടിയായിരുന്നു. വേറെ ഒന്നുമല്ല, സൈക്കിള് ചവിട്ടാണ്ട്. സൈക്കിള് അല്ല കുഞ്ഞ് ചവിട്ടണില്ല, വെറുതെ വായി നോക്കിയിരിക്കുകയാണ് ആൾക്കാർ ഉന്തിക്കൊണ്ട് പോകാനായിട്ട്. അന്ന് ടയർ സെറ്റ് ചെയ്ത് കൊടുത്ത് അതുമില്ല. പുതിയ ടയറൊക്കെ സെറ്റ് ചെയ്തിട്ടാ കാണിച്ചു തരട്ടെ. അങ്ങനെയാ കുഞ്ഞ് അവിടെ പുതിയ ടയർ ലൈറ്റ് തീർച്ചയായിട്ടല്ല, അപ്പം കാണൂല. വേണ്ട, ബാക്കിൽ 2 ടയർ സെറ്റ് ചെയ്ത് കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഓട്ടാൻ വേണ്ടി. ഹലോ കുഞ്ഞി. അല്ല, കുഞ്ഞ് സൈക്കിളിൽ വന്നിരിക്കുകയാണ്. ഇതാണ് വാ കുഞ്ഞി. എനിക്ക് സൈക്കിള് അകത്തേരും വേറെ പുറത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ഒരു പുലിപ്പടല പുറത്തൊരു പട്ടിക്കുഞ്ഞിനെ കിട്ടിയിട്ട് 2 വീട്ടിൽ കയറി എടുത്തുകൊണ്ട് പോയി. ഏതോ നായിൻ്റെ മക്കള്. ഏതോമാരാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഞങ്ങളൊരു സാധനം പുറത്ത് വെക്കാറില്ല. അപ്പൊ ഈ സൈക്കിളെല്ലാം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. അതാണ് അല്ലേ ഞങ്ങൾ കുഞ്ഞിനെ ആഗ്രഹിച്ച് കിട്ടിയ സാധനമാണ്. അമ്മനെ തല്ല നമുക്കിട്ട് നമുക്ക് തല്ല് കൊടുക്കാം. 1-ാം തീയതി ആയിട്ട് തല്ലണ്ട, പിന്നെ സ്ഥിരം തല്ലണ്ടി വരും. എന്തൊരു ചേലാണ് കുഞ്ഞപ്പൻ ചേലാണ്, അമ്മ തമ്പൂരാട്ടി ഒച്ചപ്പാടെടുക്കാണ്. അമ്മപ്പെണ്ണ് ദേഷ്യം വേണ്ട. അമ്മപ്പെണ്ണിന് അപ്പൊ എല്ലാവർക്കും ഇതാണ്ടാ ഇന്ന് പണിക്ക് പോകാത്ത വീഡിയോ. അപ്പൊ ഇന്ന് ഇയാളുടെ വീട്ടിൽ കൊണ്ട് ഇയാളെ ആക്കണം. ഇത്രേ ഉള്ളു എന്റെ പരിചയം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാം. ബൈ.